ക്കുന്ന പണിക്കാരെ കൊണ്ട് പോലും പണിയെടുപ്പിക്കില്ല. അന്ന് പ്രാർത്ഥനയ്ക്കും ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് 6 ദിവസം പണിയെടുത്ത് 7-ാം ദിവസം സ്വസ്ഥമായിട്ടിരുന്ന് ഈശ്വര പ്രാർത്ഥനയും ഭക്ഷണമൊക്കെ തലേ ദിവസം പാകപ്പെടുത്തി വയ്ക്കുക. പണ്ട് പറയും മണൽത്തരികളെ പോലും വേദനിപ്പിക്കാൻ പാടില്ല. പുരുഷന്മാരെല്ലാം നമ്മളുടെ മലയാള ഭാഷ പറഞ്ഞ പള്ളിയിൽ പോകുന്നു, പ്രെയറൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ആദ്യമേ ഒരു ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഞങ്ങൾ ബ്രെഡ് മുറിച്ച് എന്തോ വൈൻ പ്രെയർ ഉണ്ട് ഞങ്ങൾക്ക് അസ്തമയ ശേഷം തന്നെ. ദേവാലയത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വൈൻ പ്രെയർ ചൊല്ലി അതെല്ലാവരും കഴിച്ചിരിക്കും. അപ്പോൾ ശാബത്തിനാണെങ്കിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാകും, മിക്കവാറും മത്സ്യമാംസാദികൾ എന്തെങ്കിലും. അത് പിന്നെ അതിന് വേണ്ടിയിട്ട് തന്നെ ശാബത്തിന് വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ ഭക്ഷണങ്ങൾ പാകപ്പെടുത്തും. അത് ഞങ്ങളുടെ യഹൂദരുടേതായ ചില ഭക്ഷണ രീതികളുണ്ട്, ആ രീതിയിൽ അത് പാകപ്പെടുത്തിയിരിക്കും. പ്രെയറാണെങ്കിൽ ഞങ്ങൾക്ക് 3 നേരമാണ് ഒരു ദിവസത്തിൽ പ്രെയർ. രാവിലെ, ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷം, അസ്തമയ ശേഷം, ദിവസം 3 നേരം പ്രെയറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇതാണെങ്കിൽ ഞങ്ങൾ പടിഞ്ഞാട്ടേക്ക് തിരിഞ്ഞു നിന്നിട്ടാണ് പ്രെയർ ചൊല്ലുക, ജെറുസലേമിന് മുഖാമുഖം കാണുക. ഓരോ രാജ്യത്തെയും രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബോഡി അടക്കം ചെയ്യുന്നത് പോലെ തന്നെയാണ്. കോഷർ ഫുഡെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട്. അത് എല്ലാ ഞങ്ങൾക്ക് മത്സ്യമാംസാദികൾ കഴിക്കുന്നതിനൊക്കെ പ്രത്യേകതകളുണ്ട്. ഞങ്ങൾ ചിറകും ചിദംബരമുള്ള മത്സ്യങ്ങളെ കഴിക്കുകയുള്ളൂ. മറ്റേ ചെമ്മീൻ, ഞണ്ട്, കൂരി, വാള, തുള്ളി എന്നൊക്കെ പറയുന്നത് ചിദംബരമില്ലാത്തൊന്നും കഴിക്കില്ല. ഇപ്പോൾ ഒരു കോഴിയെ അറുത്താൽ തന്നെ അതിന് ബ്ലഡ് കംപ്ലീറ്റ് ഊറ്റിപ്പോയതിന് ശേഷം ഞങ്ങൾ കഴിക്കുള്ളൂ. അത് പീസാക്കിയതിന് ശേഷം വാല വയ്ക്കുക. ഇപ്പോഴും ഞങ്ങൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. കോഴി അറുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ കഴുത്തിലൊരു വെയിൻ ഉണ്ടാകും, അത് ബ്ലഡ് സർക്കുലേഷൻ അതിൽ കൂടിയാണെന്ന്. അപ്പോൾ അതിനെ വലിച്ച് കളയും ഇപ്പോഴും. അത് ഇവിടെ ഇപ്പോൾ പശു, ആട് അതിനെയൊന്നും അറക്കാൻ ആളില്ല. അത് അറക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കും. അറുത്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ലങ്സ് എടുത്തിട്ട് ഊതി നോക്കുക എന്നൊരു സിസ്റ്റം ഉണ്ട്. എയർ പാസേജ് ഉണ്ടെങ്കിൽ അത് പോയിസൺ, അത് കേടുപാടുകളുള്ള, അതിനെ ഭക്ഷിക്കാൻ പാടില്ല. മാത്രമല്ല ഇത് ഭാഗം തിരിക്കുന്നതിന് നെഹൂർ നീക്കുക എന്ന് പറയും. നെഹൂർ നീക്കുക എന്ന് പറയും. ഇതിൻ്റെ ഭാഗങ്ങൾ തിരിക്കുക. ആ ഭാഗങ്ങൾ തിരിക്കുന്നതിന് ചില ചിട്ടകളൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെയുള്ളവർക്ക് ആർക്കും അറിയില്ല. അത് കാരണം ഞങ്ങളിപ്പോൾ ബീഫോ അല്ലെങ്കിൽ മട്ടണോ ഒന്നും കഴിക്കാറില്ല. ഞങ്ങളുടെ ഒരു വലിയൊരു കൂട്ടുകുടുംബമായിരുന്നു. അപ്പോൾ അത് അവിടെ ശരിക്കും ട്രഡീഷണലായിട്ടുള്ള എല്ലാ രീതിയും സ്ട്രിക്റ്റായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു എൻ്റെ അമ്മയുടെ വീടൊക്കെ. അപ്പോൾ ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ചേന്നമംഗലത്ത് തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറേ ജ്യൂസൊക്കെ ഉള്ള സമയമായിരുന്നു. അപ്പോൾ ശരിക്കും ആ ട്രഡീഷണൽ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇസ്രായേലിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അതൊന്നും ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ആയി. അപ്പം പക്ഷേ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ട് തോന്നും. ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ ന്യൂ ഇയർ തുടങ്ങുന്നത് ഞങ്ങളുടെ മാസം എന്ന് പറയുന്നത് തിശറി എന്ന് പറയും. ആ തിശറി മാസത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. ആ ന്യൂ ഇയർ തൊട്ട് 4 ആഴ്ചയും ഓരോ ഫെസ്റ്റിവലാണ്. ഈ ന്യൂ ഇയർ കഴിഞ്ഞാൽ പിന്നെ യോം കിപ്പൂർ എന്ന് പറയണത് നമ്മൾ ആ ചെയ്തിട്ടുള്ള പാപങ്ങൾക്കെല്ലാം പരിഹാരം കിട്ടാനായിട്ട് ഫാസ്റ്റിംഗ് എടുത്തിട്ട് 24 മണിക്കൂർ ഫാസ്റ്റ് ചെയ്തിട്ട് പള്ളിയിൽ തന്നെ പ്രയറും ഇങ്ങനെ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മാത്രം പള്ളിയിൽ പോയി നമ്മളെ മൊത്തം പരിശുദ്ധ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഓർമ്മയായിട്ടാണ് യോം കിപ്പൂർ എന്ന് പറയുന്നത്. പിന്നെ ശാബത്തൊക്കെ ആകുമ്പോൾ പുറത്തൊന്നും ആരെങ്കിലുമൊക്കെ വന്ന് അവിടെ താമസിക്കുക. എന്നിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് വന്നാൽ അവർ ഞായറാഴ്ച രാവിലെ പോകുള്ളൂ. ശാബത്ത് ആചരിക്കാൻ വേണ്ടി മാത്രമായിട്ടൊക്കെ അങ്ങനെ കൊച്ചിയിലൊക്കെ ആരും ഇല്ലാത്ത ആൾക്കാരൊക്കെ വന്ന് അവിടെ താമസിക്കാറ്. Kerala is still a nostalgic place for the Jews. They say it's our homeland. The Jews who left Kerala still visits back to this territory and grabs the roots of their childhood. They tell to their grandchildren, this was our country. This was the country where we lived. This was a country who gave us protection. They say, this is our country.